പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. ആവറേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ആൻസർ ഒന്ന് ചെയ്ത് തുടങ്ങിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 11 മൾട്ടിപ്പിൾസ് ഓഫ് 5. അത് 5ൻ്റെ ടേബിൾസാണ് ചോദിച്ചിരിക്കുന്നത്. 5, 10, 15, 20 അങ്ങനെ 11, 5, 55. അപ്പോൾ 11 മൾട്ടിപ്പിൾസ് നമുക്ക് എഴുതണം. ഇവിടെ നോക്കാം, ഇതല്ലേ 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55 അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം 5 എണ്ണം എഴുതിയിട്ടുണ്ട്, താഴത്തും 5 എണ്ണം എഴുതി, ഇടക്ക് ഒരെണ്ണമുണ്ട്. ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു കണ്ടിന്യൂസ് നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ടേബിൾ ആണെങ്കിൽ അവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നടുക്കുള്ള സംഖ്യയായിരിക്കും. ഇവിടെ ആദ്യം 5, പിന്നെ 5, അപ്പോൾ നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത് 30 അല്ലേ. അപ്പോൾ നമ്മളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 എന്നുള്ള പറ്റി 2 ആണെന്ന് വിചാരിക്കുക. 2, 4, 6, 8 അങ്ങനെയാണെങ്കിലും ആ നടുക്ക് വരുന്ന, അതായത് 11 എന്ന് പറയുമ്പോൾ അതിൽ 6ാമത്തെ അല്ലേ, 11 സംഖ്യയിൽ നടുക്ക് വരുന്ന സംഖ്യയായിരിക്കും ആവറേജ്. അപ്പോൾ ഇവിടെ അത് 30 ആണ്. അപ്പോൾ ഈ രീതിയിൽ ആവറേജ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എളുപ്പമല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണത്? ദി ആവറേജ് മാർക്സ് ഓഫ് 8 സബ്ജക്ട്സ് ഈസ് 130. ഈ 55 ഈസ് മിസ്റീഡ് ആസ് 15 ഡ്യൂറിങ് കാൽക്കുലേഷൻ. വാട്ട് വിൽ ബി ദ കറക്റ്റ് കാൽക്കുലേഷൻ? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ആവറേജ് മാർക്സ് ഓഫ് 8 സബ്ജക്റ്റ്, 8 സബ്ജക്റ്റുകളുടെ ആവറേജ് മാർക്ക് അല്ല, 8 സബ്ജക്റ്റുകളുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 130 ആണ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം പറ്റിയല്ലേ. എന്താണ്? അവിടെ ഏതോ ഒരു സബ്ജക്റ്റിൻ്റെ 55 മാർക്ക് അത് എങ്ങനെയാണ് പിന്നെ കൂട്ടിയത്? 15 ആയിട്ടാണ് എടുത്തത് അല്ലേ. ഏതോ ഒരു സബ്ജക്റ്റിൻ്റെ 55 മാർക്കിനെ 15 ആയിട്ടാണ് കൂട്ടിയത്. 55 എടുത്തില്ല, അവിടെ 15 എടുത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടെത്തിയിരിക്കുന്ന ആവറേജ് അല്ല, ആവറേജ് ഓഫ് മാർക്സ് ഓഫ് 8 സബ്ജക്റ്റ് 130 എന്നുള്ള തെറ്റല്ലേ, ഇവിടെ വ്യത്യാസം വന്നില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എത്രയാണ് വ്യത്യാസം വന്നത്. ശരിക്കും നമുക്ക് വേണ്ടിയിരുന്നത് 55 ആണ്, പക്ഷേ എടുത്തത് 15 അല്ലേ. അപ്പോൾ എത്രയുടെ വ്യത്യാസം വന്നു? 55 മൈനസ് 15, 55 മൈനസ് 15, 40 വന്നില്ലേ. ഈ 40യുടെ വ്യത്യാസം വന്നു. അപ്പോൾ ഇവിടെ നോക്കുക, എത്ര സബ്ജക്റ്റ് ഉണ്ട്? 8 സബ്ജക്റ്റില്ലേ. അപ്പോൾ ഈ 40 മാർക്ക് എന്ന് പറയുന്ന 8 സബ്ജക്റ്റിനായിട്ട് വീതിച്ച് കൊടുക്കണ്ടേ. അതായത് 40/8, 40 മാർക്സ് 8 സബ്ജക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഒരു സബ്ജക്റ്റ് കിട്ടുന്ന 5 ആയിരിക്കും. അത് ക്ലിയർ ആണല്ലോ. ഓൾറെഡി നമുക്കിവിടെ എന്ത് കിട്ടി? ആവറേജ് മാർക്സ് 8 സബ്ജക്റ്റിൻ്റെ ആവറേജ് മാർക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? അത് 130 മാർക്കല്ലേ. പക്ഷേ ഇവിടെ ഈ 55നെ 15 വായിച്ചപ്പോൾ വന്ന വ്യത്യാസം 40 ആണ്. ഈ 40 8 സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു സബ്ജക്റ്റിന് 5 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് 130 അല്ലേ. 130യോട് എത്രയോടെ കൂട്ടണം? 130 + 5. അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ കറക്റ്റ് കാൽക്കുലേഷൻ? അപ്പോൾ കറക്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 135 ആണ്. ഓക്കെ, താങ്ക് യു.